ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഹുബൈബ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് എന്നതാണ്. മദീനയിൽ നിന്ന് മക്കക്കാരായ ശത്രുക്കള് നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് 7 ഹാഫിളീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മദീനയുടെ അതിർത്തി കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ 6 ഹാഫിളീങ്ങളെയും ശത്രുക്കൾ കൊല ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ താമസിപ്പിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു, ഹുബൈബേ, നിന്നെ വെറുതെ വിടാം, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന് പകരം എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. കഴുക് മരത്തിൽ കയറ്റിയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം 90-ലധികം മുറിവുകൾ പറ്റി. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോടെന്നില്ലാതെ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലൈക്കുമുസ്സലാം. സഹാബത്ത് ചോദിച്ചു, ആരോടാ നബിയെ സലാം മടക്കിയത്? അതിൽ പറഞ്ഞു, ഹുബൈബ് ഷഹീദായിട്ടുണ്ട്. ഹുബൈബിൻ്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത്. അതാണ് ഞാൻ സലാം മടക്കിയത് എന്ന് പറഞ്ഞു. എന്നാൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിൻ്റെ കൂലിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിൻ്റെ കൂലിയാണ്. അങ്ങനെ ഈ തോനക്കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്, മറ്റു ഉമ്മത്തുകൾക്കൊന്നും അതില്ല. ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ-ബഖറ 185. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി. മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തികൾക്കും നോമ്പുണ്ട്. പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലൈലത്തുൽ ഖദ്ർ ഇല്ല. ലൈലത്തുൽ ഖദ്ർ നമുക്ക് മാത്രമേ ഉള്ളൂ.